ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ രുക്മിണി ചേച്ചിക്ക് വാക്ക് കൊടുത്തുപോയി. അതിലൊരു ചെറിയ തെറ്റുണ്ടെങ്കിലും വലിയൊരു ശരിയുണ്ട്. ആ വലിയ ശരി മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അച്ഛന്? എടി പ്രിയേ, നിന്റെ അച്ഛനെന്ന് പറഞ്ഞാലേ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള പക്ഷക്കാരനാ. കുന്നത്ത് കാവിലെ അമ്പലത്തിൽ നിന്ന് കതിന പൊട്ടും പോലെയാ ആ അടിയുടെ ശബ്ദം ഞാൻ കേട്ടത്. അതും ചെവിക്കുറ്റിക്ക്. നീ നക്ഷത്രം എണ്ണി കാണുമല്ലോടാ. ഏയ്, എനിക്കതൊരു ഉറുമ്പേടിയ പോലെയാ തോന്നിയത്. പിന്നെ ഉറുമ്പേടി. അവിടെ അത് കണ്ടു നിന്ന എല്ലാവരും കിടുങ്ങി, ഞാനടക്കം. അമ്മേനെ ഇറിറ്റേറ്റ് ചെയ്യാനാണോ വന്നിരിക്കുന്നത്? എടാ, ഞാൻ അവിടെ നിന്ന് നാണം കെട്ടതേ അതൊന്നും നിനക്കൊരു പ്രശ്നമല്ലേ? കാണിച്ചിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. അമ്മ എന്തിനാ നാണിക്കുന്നത്? അടികൊണ്ടത് എനിക്കല്ലേ, മാപ്പ് ചോദിച്ചത് ഞാനല്ലേ. ഓ എടാ, ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയാ. നിന്നെ മറ്റുള്ളവരെ വലിച്ചു വാരിയിട്ട് അടിക്കുമ്പോഴും കളിയാക്കുമ്പോഴും വേദനിക്കുന്നത് എനിക്കാ. ആ രാജുവിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് വെച്ചത് തെറ്റാണോ? എടാ, അവനോടൊക്കെ ഏറ്റുമുട്ടണമെങ്കിലേ അതിന് ബുദ്ധി കൊണ്ട് കളിക്കണം. അല്ലാതെ പൊതിച്ച തേങ്ങ കൊണ്ടല്ല കളിക്കേണ്ടത്. എടാ, നിനക്കിത് പറഞ്ഞു തന്നത് ആരാടാ? ഒരു തേങ്ങാ പരിപാടി. ഛേ, എത്ര ചീപ്പാണത്. അഥവാ അവനെ തല്ലണമെങ്കിൽ നേരിട്ട് തല്ലിക്കൂടെ? അമ്മേ, പറ്റിപ്പോയി. എനിക്കിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയി സൂയിസൈഡ് ചെയ്യണോ? എടാ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ എന്നോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതേ ഞാൻ പറഞ്ഞോളൂ. ദേ, മേലാൽ എന്നോട് ആലോചിക്കാതെ നീ ഒന്നും ചെയ്യണ്ട. പറഞ്ഞേക്കാം. മനസ്സിന് വല്ലാത്തൊരു കുറ്റബോധവും സങ്കടവും. നടന്ന കാര്യം വേണുവേട്ടനോട് തുറന്നു പറഞ്ഞാലോ? എന്താ അമ്മേ? എന്താ മോളെ? അമ്മ എന്താ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നെ? മോളെ, അമ്മയ്ക്ക് വല്ലാത്തൊരു മനപ്രയാസം. അച്ഛനോടെന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ. അങ്ങേരെന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജുവിന്റെ രമ്യയുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് ഞാൻ രുക്മിണിക്ക് വാക്കു കൊടുത്തത് അച്ഛനോട് തുറന്നു പറഞ്ഞാലോ മോളെ? അങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നുന്നതെങ്കിൽ അമ്മ അത് അച്ഛനോട് തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. അതെ മോളെ, നമ്മളെ താലി കിട്ടിയ പുരുഷനോട് വാക്കുകൊണ്ട് പോലും ഒരു വഞ്ചനയും കാണിക്കരുത്. പ്രത്യേകിച്ച് വേണുവേട്ടൻ. അങ്ങേര് ഇന്നേ വരെ എന്നോട് ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. എന്റെ ലോകം അങ്ങേരുടെ ലോകം. എന്നെ വിട്ടിട്ട് ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടുമില്ല. ഞങ്ങൾക്കറിയാം അമ്മേ, അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്കറിയാം. എനിക്ക് വരെ അത് കണ്ടിട്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മേനെ ഒട്ടും താമസിക്കണ്ട, അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞോ. ചെല്ല്. പറയാം. പറഞ്ഞ മനസ്സിലെ വീർപ്പോട്ടിലങ്ങ് മാറിക്കിട്ടും. അതെനിക്കൊരു ആശ്വാസമായിരിക്കും. എന്താ അമ്മ ആ കാര്യം അച്ഛനോട് തുറന്നു പറയാൻ പോകുന്നു. ഏത് കാര്യം? രുക്മിണി എന്റെക്ക് വാക്കു കൊടുത്ത കാര്യം. അയ്യോ അമ്മ, അമ്മേ, അമ്മേ നിക്കേ. എന്താ ചെയ്യാ?
അമ്മ ആ കാര്യം അച്ഛനോട് ഇപ്പൊ തുറന്നു പറയാൻ പോവാണോ? അതെ. എന്താ മോനെ? ദയവ് ചെയ്ത് ഇപ്പൊ പറയണ്ടമ്മേ. അത് തുറന്നു പറയുന്നത് തന്നെയല്ലേ മോനെ നല്ലത്? അല്ലമ്മേ, അല്ല. അമ്മ രുക്മിണി ചേച്ചിക്ക് വാക്ക് കൊടുത്തു പോയി. അതിലൊരു ചെറിയ തെറ്റുണ്ടെങ്കിലും വലിയൊരു ശരിയുണ്ട്. ആ വലിയ ശരി മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അച്ഛന്? എടി പ്രിയേ, നിന്റെ അച്ഛനെന്ന് പറഞ്ഞാലേ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള പക്ഷക്കാരനാ. ഇത് കേട്ടാ അയാള് വെടികൊണ്ട കാട്ടാനെ പോലെ കിടന്നലറി പ്രശ്നങ്ങളുണ്ടാക്കും. ഈ വീട് പൊളിച്ചടുക്കും. പ്രത്യേക സ്വഭാവക്കാരനായോണ്ട് അച്ഛൻ വഴിക്ക് ഇറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. ദൈവമേ. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ മുന്നിൽ കണ്ട് അമ്മയ്ക്ക് പറയാതിരിക്കോ ചെയ്യാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ പിന്നെ പറയണ്ടമ്മേ. ജയേട്ടൻ പറഞ്ഞ അത് 100% കറക്റ്റ് ആയിരിക്കും. എന്നാ പിന്നെ ഇപ്പൊ പറയണ്ട അല്ലേ? ആ, പറയാതിരിക്കുന്ന അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാ. അല്ല ചെയ്യാ, ഇത് പറയാൻ നീട്ടിക്കൊണ്ടു പോയാ ഒടുവിൽ അത് വലിയ പ്രശ്നമാവില്ലേ മോനെ? എന്ത് പ്രശ്നമേ? വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. പുരയ്ക്ക് മീതെ വെള്ളം വന്നാ അതുക്ക് മീതെ വെള്ളം. അതാണ് അതിന്റെ രീതി, അല്ലേ പ്രിയേ? ആ, അതെ. ആ, ലതിക മാഡം. രാജു ഉറങ്ങിയോ? ഇല്ല മാഡം, ഉറങ്ങിയില്ല. രാജു എന്താ ഉറങ്ങാത്തെ? അതിപ്പോ ഇങ്ങനെ ചോദിച്ചാ എന്തു പറയാനാ? ഉറക്കം വന്നില്ല. എനിക്കും ഉറക്കം വരുന്നില്ല രാജു. മനസ്സിൽ നിറയെ പകല് നടന്ന കാര്യങ്ങള്. ആ ദീപകിന്റെ അടി കൊണ്ടതല്ലേ? രാജുവിന് വേദനയുണ്ടോ? അത് ശരി, അതോർത്തിട്ടാണോ മാഡത്തിന് ഉറക്കം വരാത്തത്? മാഡം സുഖമായിട്ട് ഉറങ്ങിക്കോ, എനിക്ക് ഒരു വേദനയില്ല. അത് രാജു എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നുണ പറയുന്നതല്ലേ? ഒരിക്കലും ഇല്ല മാഡം. ഞാൻ മാഡത്തിനോട് നുണ പറയേണ്ട ആവശ്യമുണ്ടോ? സത്യ പറഞ്ഞേ, എനിക്ക് ഒരു വേദനയില്ല. പാവം ആ കൊച്ചിന്റെ ഒരു സ്നേഹം. അകലേ നോവിനാലേ